മതേതരത്വം സംരക്ഷിക്കപ്പെടണം, സാഹോദര്യം സംരക്ഷിക്കപ്പെടണം, മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണം. അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഏകോദര സഹോദര സഹോദരിമാരെ പോലെ ലോകാവസാനം വരെ ജീവിക്കുന്നവർക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, ഭരണം നടത്താൻ ആര് ഭരിച്ചാലും അവർക്കൊക്കെ തൗഫീഖ് ഉണ്ടാകണം. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല നിങ്ങളുടെ ഹജ്ജ് സിയാറത്ത് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിനിമം പ്രതിഫലം സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം ഉറപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഥവാ आज के लास्ट फ्लाइट में आज 17वां फ्लाइट इधर से निकलने वाले हमारे केरला के लोगों के अलावा आज हमारे साथ यूपी के हाजिमीन हज है और तमिलनाडु के हाजिमीन हज है, साथ साथ हमारे लक्षद्वीप के हाजिमीन हज भी है। मतलब आज खाली केरला के नहीं है, मतलब मुख्तलिफ रियासतों के स्टेटों के सूबाओं के हाजी लोग भी है। तमाम के लिए हम शामिल करते हैं, तमाम के लिए हम शुक्रिया अदा करते हैं। तमाम के लिए एक आसान हज उम्रा ज़ियारत वगैरह वगैरह आसान होने के लिए खासकर दुआ करता हूँ। अल्लाह सुब्हानहू व तआला हमारे हज उम्रा ज़ियारत तमाम अमाल कबूल फरमाए। ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹാജിമാർ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അഖണ്ഡതയ്ക്കും സമാധാനത്തിനും പ്രാർത്ഥിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആഹ്വാനം ചെയ്തു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ഹജ്ജ് യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് മുൻ MP ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. പാനിപ്ര ഖാലിദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് നൂർ ഷാ അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് ഹാജി, മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, SMA ജില്ലാ സെക്രട്ടറി അബ്ദുള്ള നദവി അൽ കാമിലി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐദ്രോസ് ഹാജി, ക്യാമ്പ് കോർഡിനേറ്റർ TK സലിം, മീഡിയ കോർഡിനേറ്റർ അമീർ, ശ്രീമൂല നഗരം സ്വാഗത സംഘം ഭാരവാഹികൾ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നലെ രാവിലെയും രാത്രിയുമായി 856 ഹാജിമാർ യാത്ര തിരിച്ചു. ലക്ഷദ്വീപ്, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഹാജിമാർ ഉൾപ്പെടെയാണിത്. ഹ്രസ്വകാലയളവ് ഹാജിമാരുടെ യാത്ര 16, 17, 18 തീയതികളിലായി നടക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അറിയിച്ചു. اللهم صل وسلم على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه